രാജ്യവും പുരോഹിതനും, കിങ്സ് ആൻഡ് പ്രീസ്റ്റ് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. ഞാൻ ആരെ എന്നുള്ളത് ബോധ്യം വരുത്താണ്. ക്രിസ്തുവിലായ മക്കളുടെ കാര്യത്തിലായി പറയുന്നത് കേട്ടോ, എല്ലാവർക്കും ഒന്നുമല്ല. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മളെ ദൈവം പുതിയ സൃഷ്ടിയാക്കി. കർത്താവിന് ഇവിടെ ഈ പറയുന്ന നമ്മൾ രാജ്യവും പുരോഹിതനും, അതൊരു വാക്യം വളരെ പ്രധാനപ്പെട്ട. നമുക്ക് വെളിപ്പാടിൻ്റെ 1:6 വാക്യം വായിക്കാം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച്. ഉണ്ടോ എങ്ങനെയാണ് തീർക്കുക? നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ പാപം ഇല്ലെന്ന് മാറ്റുകയാണ്. പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും വരൂ. ആമേൻ. ഇതാ ഞാൻ വേഗം വരുന്നു. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, നമ്മളെ തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വിടുവിച്ച് നമ്മളെ പാപമില്ലാത്തവരാക്കി പിതാവിൻ്റെ മുമ്പിൽ നിർത്തുകയാണ്. അങ്ങനെ പിതാവിൻ്റെ മുമ്പിൽ നിർത്തുന്നത് സാധാരണക്കാരെ അല്ല. പിതാവിന് നമ്മളെ നിർത്തുമ്പം നമ്മെ എന്താക്കി മാറ്റിയെന്ന് എഴുതിയിരിക്കുന്ന രാജ്യവും പുരോഹിതന്മാരും. അപ്പോൾ രാജ്യമെന്ന് പറയുന്നത് രാജാവെന്നല്ല എഴുതിയത്. ഞാൻ പലപ്പോഴും അത് ഇച്ചിരി ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അതിനകത്ത് ടു ഹിം ഹൂ ലവ്സ് us and has made us and has freed us from our sins by his blood and has made us to be a kingdom and priest to serve his God and Father. To him be glory and power forever and ever. Amen. ഇംഗ്ലീഷിൽ പറയുമ്പം we have been made എ കിങ്ഡം ആൻഡ് പ്രീസ്റ്റ്. രാജ്യം തന്നെയാണ്. അപ്പോൾ ഈ ദൈവരാജ്യം, സ്വർഗരാജ്യം, അതിനൊക്കെ 2 ഡിവിഷൻ ഉണ്ടെന്നൊക്കെ ആളുകൾ പറയും. ബട്ട് ഐ ആം പുട്ടിങ് ദം ടുഗദർ. ദൈവരാജ്യം സ്വർഗരാജ്യം ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവത്തിൻ്റെയാണ്. അതിൽ രാജ്യമായിട്ടും പുരോഹിതന്മാരായിട്ടും, രാജ്യം എന്ന് പറയുമ്പോൾ സഭയുടെ അംഗങ്ങളെല്ലാവരും കൂടെ കയറുമ്പോൾ അതൊരു സഭ, ഒരു രാജ്യമായിട്ട്, ഒരു മണവാട്ടി സഭയെന്നാണ് പറയുന്നത്. അതിലതൊരു വ്യക്തിയല്ല, ഒരു രാജ്യം ഒന്നിച്ച് നിൽക്കുകയാണ്. അത് അങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കിയിട്ട് പിതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കാനാണ് പുത്രൻ ആഗ്രഹിക്കുന്നത്. അത് പുത്രൻ പഴയ നിയമത്തിലെ എല്ലാ വ്യക്തികളും, പഴയ നിയമത്തിൽ മോശ ഉൾപ്പെടെ എല്ലാവരും ഭൃത്യന്മാരാണ്. ഭൃത്യൻ എന്ന് പറഞ്ഞാൽ നല്ല പദവിയാകട്ടോ. നമ്മൾ കാണുന്ന ജോലിക്കാരല്ല, അവരെ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ആളുകളെ പഴയ നിയമത്തിൽ ഭൃത്യന്മാരെന്ന് പറയാം. മോശയൊക്കെ ഭൃത്യന്മാരുടെ കൂട്ടത്തിലാണ്. പുതിയ നിയമത്തിൽ വന്ന് നമ്മളെ കർത്താവിൻ്റെ മണവാട്ടികളാണ്. അപ്പം കർത്താവിൻ്റെ മണവാട്ടി സഭയായിട്ട് നമ്മൾ തീരുമ്പോൾ അവിടെ ഒരു രാജ്യം സൃഷ്ടിക്കുകയാണ്. ഈ രാജ്യത്തെ സൃഷ്ടിക്കാനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വന്നത്. രാജ്യവും പുരോഹിതൻ. പിന്നെ ഏറ്റവും വലിയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ യേശു ക്രിസ്തുവാണ്. മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ അനുദപിക്കയില്ല, എന്നേക്കും. അതായത് ആദ്യ അന്ത്യം എന്തെന്നറിയാൻ വയ്യാതെ അബ്രഹാമിൻ്റെ കാലത്ത് മൽക്കീസേദെക്ക് വന്ന് അബ്രഹാമിനെ അനുഗ്രഹിച്ചിട്ടായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഒറിജിൻ എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ എന്തെന്നറിയത്തില്ല, എന്താണ് വംശാവലി എന്നും അറിയത്തില്ല. പക്ഷെ ഇബ്രായ ലേഖനത്തിൽ പറയുന്നു യേശു ക്രിസ്തു മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കൊരു പുരോഹിതൻ. അപ്പം അബ്രഹാമിൻ്റെ കാലത്തും കിങ് ഓഫ് സാലം, അത് സമാധാനത്തിൻ്റെ പ്രഭു ഭൂമിയിൽ ജീവിച്ചിരുന്നു. അല്ലെ ഭൂമി നിൽക്കത്തില്ല. ഈ സമാധാനം എന്നൊക്കെ പറയുന്നത് നമ്മളിതിൻ്റെ ആഴം ചിന്തിച്ചാൽ വളരെ വളരെ, അതായത് കിരാത ജീവികളാണെങ്കിൽ, നമുക്ക് ദൈവമില്ല എങ്കിൽ അപ്പുറത്തെ ഒരാൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ അന്ന് അവരെടുക്കും വന്ന്. അങ്ങനെയല്ലേ ആഫ്രിക്കൻ രാജ്യത്തിൽ ഒരു മിഷനറി പോയിട്ട് അദ്ദേഹം പൈനാപ്പിൾ നട്ടു വളർത്തുമെന്ന് പറയുമ്പം പൈനാപ്പിളൊന്നും അവർ കണ്ടിട്ടില്ല. ആ ദേശത്ത് പൈനാപ്പിൾ ഇല്ലാഞ്ഞിട്ട് ഹെലികോപ്റ്ററിൽ പൈനാപ്പിൾ കൊണ്ടുവന്നിട്ട് അവിടെയുള്ള ആളുകളെ കൊണ്ട് പൈനാപ്പിൾ നടിയിച്ചു. അപ്പോൾ കുറച്ച് സ്ഥലം കാട് വെട്ടിത്തെളിച്ച് ഈ മിഷനറി അവിടെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായി പറയുന്നത്, അവിടെ നിർത്തി. അവിടെ പൈനാപ്പിൾ ആദ്യത്തെ വർഷം 2 വർഷം എടുക്കും ഇത്. അപ്പോൾ ഈ പൈനാപ്പിൾ എല്ലാം തൊട്ട് പൈനാപ്പിളിന് ടെൻഡ് ചെയ്യുക, വളമിടുക, നോക്കേണ്ടത് എല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഈ മിഷനറിക്ക് വലിയ സന്തോഷമാണ്. അതിൻ്റെ ഇടയ്ക്ക് മിഷനറി ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഫലം 3-ാം വർഷം ഫലം കായ്ക്കാൻ തുടങ്ങി. അപ്പം പൈനാപ്പിൾ ഉണ്ടായത് ഒരൊറ്റ ഒരെണ്ണം ഈ മനുഷ്യന് കിട്ടിയില്ല. അപ്പോൾ അയാൾ വിചാരിച്ചു, ഞാൻ വലിയ കാര്യത്തിൽ പൈനാപ്പിൾ ഉണ്ടാക്കിയിട്ട് പൈനാപ്പിൾ കഴിക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയിട്ട് ഒരെണ്ണം നോക്കുമ്പോൾ എന്താ, ഈ പൈനാപ്പിൾ എല്ലാം കടയിൽ വിൽക്കാനുണ്ട്. കാരണം ഈ ജോലി ചെയ്യുന്നവർ ഈ പൈനാപ്പിൾ മുഴുവൻ എടുത്തു കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ് അവർ. എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്നു, ഈ മെഷീനെ പറയും, ഞാൻ പോലും തിന്നാൻ കടയിൽ നിന്ന് ഞാൻ വാങ്ങിക്കുന്നത് എൻ്റെ പൈനാപ്പിളാണ്. അപ്പം 2 വർഷം ഇങ്ങനെ 2-3 വർഷം ഇങ്ങനെ തന്നെ ഒരു പൈനാപ്പിൾ അയാൾക്ക് കിട്ടിയില്ല.
ലാസ്റ്റിൽ ഇയാൾ പറഞ്ഞു, എനിക്കിനി പൈനാപ്പിളേ വേണ്ട കർത്താവേ, സ്ഥലവും പൈനാപ്പിളും എല്ലാം ഞാൻ നിനക്കങ്ങ് തന്നിരിക്കുന്നു. കാരണം ഒരു പ്രയോജനമില്ല. അങ്ങനെയല്ലേ പലപ്പോഴും നമ്മൾ അങ്ങനെ സ്ഥലവും പൈനാപ്പിളും എല്ലാം ദൈവത്തിന് അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പം അതെനിക്കൊന്ന് 5-ാം വർഷം 5 വർഷം എടുത്ത് ഈ മിഷനറി പഠിക്കാൻ. ചില കാര്യങ്ങൾ പഠിക്കാൻ സമയമെടുക്കും. 5-ാം വർഷം ആയപ്പോൾ ഈ വെപ്രാളമൊന്നുമില്ല ഈ മനുഷ്യന്. മിഷനറിക്ക് വലിയ വെപ്രാളമൊന്നും. അപ്പോൾ അയാൾ ഈ ജോലിക്കാർ ചോദിച്ചു, എന്താ ഇപ്രാവശ്യം ഒരു വ്യത്യാസം, പൈനാപ്പിളെല്ലാം ഉണ്ടായിട്ട് നിങ്ങൾക്കൊരു വലിയ വെപ്രാളമൊന്നും കാണുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞേ, ഓ അത് ഞാൻ തന്നെ വെപ്രാളപ്പെടാൻ, ഞാനത് വിറ്റ് കൊടുത്തു, ഞാൻ വിറ്റ് കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് നിർബന്ധം, ആർക്കാ നിങ്ങൾ വിറ്റത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പറയത്തില്ലെന്ന് ആർക്കാ വിറ്റതെന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ ഇവർക്ക് ഈ ട്രൈബൽ ഗ്രൂപ്പല്ലേ, അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും. അപ്പോൾ ഇവർക്കൊരു സംശയം, ഈ പൈനാപ്പിളെല്ലാം ഇനി അപ്പുറത്തുള്ളവന് വിറ്റതാണെങ്കിൽ നമ്മൾ പറിച്ചാൽ നമ്മളെ അവന്മാർ വെട്ടിക്കൊല്ലും. അതുകൊണ്ട് ഇവന്മാരാരും തൊടാൻ പോയില്ല. അങ്ങനെ ആ കൊല്ലം 5-ാം കൊല്ലത്തെ പൈനാപ്പിള് ഒരെണ്ണം. അവസാനം ഇവർ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ രഹസ്യം, ആർക്കാ ഇത് വിറ്റതെന്ന്. അപ്പോൾ ആ മനുഷ്യൻ മിഷനറി പറഞ്ഞു കൊടുത്തു, ഈ പ്രാവശ്യം വയലും പൈനാപ്പിളും എല്ലാം ഞാൻ എൻ്റെ ദൈവത്തിന് അങ്ങ് വിറ്റ് കൊടുത്തു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളാരും വന്ന് പറിച്ചില്ല, ദൈവത്തിൻ്റെ ദൂതന്മാർ സൂക്ഷിച്ചു എന്ന്. വെരി നടന്ന സംഭവമാണ്, മിഷനറിയുടെ ജീവിതത്തിൽ എഴുതിയതാണ്. ഇത് സംഭവിക്കുമ്പോൾ എന്താ നമ്മളും ചിന്തിക്കേണ്ടത്? എന്തെല്ലാം നമ്മൾ ഇപ്പോൾ ദൈവമില്ല എങ്കിൽ നമ്മുടേതെന്ന് പറയാൻ ഒന്നുമില്ല. അത് ഇത് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ എടുത്തുകൊണ്ട് പോകും, എനിക്കൊന്നും ചോദിക്കാനൊക്കത്തില്ല. നമുക്ക് മക്കളുണ്ടെങ്കിൽ അവർ പിടിച്ചുകൊണ്ട് പോകും, അതും ചോദിക്കാൻ. ഇതൊക്കെ ഇതിനുള്ള ഈ അല്പമെങ്കിലും സമാധാനം നിലനിൽക്കുന്നത് സമാധാനത്തിൻ്റെ പുത്രൻ മൽക്കീസേദെക്ക്, അബ്രഹാമിൻ്റെ കാലം തൊട്ടുപോലും സമാധാനത്തിൻ്റെ പ്രഭു ഭൂമിയിൽ ഉണ്ടായിരുന്നു. പലതരത്തിലാണ്. പക്ഷേ യേശുക്രിസ്തു മനുഷ്യനായിട്ട് വന്ന് നിന്ന് പാപമേറ്റെടുക്കുന്നിടം വരെയും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ സമാധാനത്തിൻ്റെ പ്രഭു ഭൂമിയിൽ ജീവിച്ചിരുന്നു. അല്ലെ ഭൂമി എന്നേ ഇല്ലാതായിപ്പോയെന്നറിയാമോ? ഭൂമി ഇല്ലാതാക്കിയതിന് ഇപ്പോഴും നമ്മളാക്കും. ഇപ്പോൾ ചൈന എന്താ പുതിയ സൂര്യനെ കണ്ടുപിടിക്കുന്നു, എന്നെ എർത്തിൻ്റെ റൊട്ടേഷൻ മാറ്റാൻ നോക്കും. എന്നതാ ഇവർ കാണിക്കുന്നതെന്ന് അവർക്ക് ബോധമുണ്ടോ? അതിലെ ബുദ്ധിയുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവിൽ അത് എന്നെ കാണിച്ചാലാണ്, മൂണെ പോയിരുന്ന് എന്നെ കാണിക്കാൻ, അവിടെ നശിപ്പിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ സഭയുടെ അംഗമാണ്. യു ആർ എ പ്രീസ്റ്റ് എന്ന പൗരോഹിത്യ പദവിയാണ്. ഈ പൗരോഹിത്യ പദവി എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ചെന്ന് ഇടിവിൽ നിൽക്കേണ്ടി വരാം. മക്കളാകാം, ഭർത്താവാകാം, നമുക്ക് തന്നെയാകാം. പക്ഷേ ചുറ്റുപാട് അറിയാൻ വയ്യാത്തവരില്ലേ സത്യമെന്തെന്ന്, അവർക്ക് വേണ്ടിയിട്ട് ആ പദവി നമ്മൾ മറക്കരുത് ഇടയ്ക്കിടയ്ക്കെങ്കിലും. അതുകൊണ്ട് അത് ചെയ്യുന്നവരെ നമ്മൾ എൻകറേജ് ചെയ്യണം. അങ്ങനെ എല്ലാവർക്കും ആ വരം കാണത്തില്ല, പക്ഷെ അത് ദൈവം നിയോഗിച്ചു. ഈ റോഡ് സൈഡിലൊക്കെ ഓരോരുത്തർ വചനം പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ അതിശയിക്കും. ട്രാക്ട് കൊടുക്കുന്നവരെ കാണും, ഞാൻ ഐ അപ്രീഷിയേറ്റ് ദം. പാട്ട് പാടുന്നവരെ കാണുമ്പോഴൊക്കെ എല്ലാവരും ഒരേ കാര്യമല്ലേ ചെയ്യുന്നത്, ആർക്ക്? ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. സോ വി ആർ എന്താണ്, ഒരു രാജ്യവും ഒരു പുരോഹിതനുമായിട്ടാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഐഡൻറ്റിറ്റി ആകണം. അതുപോലെ നമുക്ക് ഒരു ഐഡൻറ്റിറ്റി എന്താണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ദ നെയിം ഓഫ് ദ ലോർഡ് ഈസ് എ സ്ട്രോങ് ടവർ, ദ റൈറ്റ്യസ് റൺ അൺടു ഹിം ആൻഡ് വി ആർ സേഫ്. സദൃശ്യവാക്യം 18:10 ഇതാണ് വായിക്കുന്നത്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. എവിടെ ചെന്ന്? നീതിമാൻ അവിടെ ചെന്ന് അഭയം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് അവനൊരിൻ്റെ സ്ട്രോങ് ടവറാണെന്നറിയണം. ഭയപ്പെടണ്ട എന്ന് ദൈവം പറയുന്നു. ഭയപ്പെടുമ്പോൾ നമ്മൾ അകത്ത് കയറി ചെല്ലാൻ തക്കവണ്ണം ഇപ്പം ഈ ലാസ്റ്റ് മിനിറ്റ് അന്വേഷിക്കാമെന്നല്ല, എന്നും ഇവനുമായിട്ടുള്ള. അതാണ് ഏദൻ തോട്ടത്തിൽ എല്ലാ ദിവസവും ദൈവവും ആദും ഹവ്വായും കൂടെ സംസാരിച്ചിരുന്നു. എന്നിട്ടും ഒരു തെറ്റിപ്പോയി, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാകണം. ഈ ദൈവം ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്യുന്നത്, ദൈവാത്മാവില്ലാത്ത വ്യക്തികൾക്ക് സ്വന്തം മക്കളാകാം മരുമക്കളാകാം, നമ്മൾ എന്തൊക്കെ നന്മ ചെയ്താലും അവർ നന്മയായിട്ടത് കാണത്തില്ല. പരിശുദ്ധാത്മാവ് വരാതെ ഐക്യതയുടെ ആത്മാവ് വരത്തില്ല. നമ്മൾ നന്മ ചെയ്ത് നല്ല ഭക്ഷണം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവർ പറയും അതിനകത്ത് പോയിസൺ ചേർത്തിട്ടുണ്ട്. ബിക്കോസ് ആത്മാവ് വ്യത്യാസമുണ്ട്. ജഡം ഈ 2 തലമാണ്. അതുകൊണ്ട് വിവാഹം കഴിക്കുന്നതിന് മുമ്പേ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒരു പോയിൻ്റാണ്, ദൈവമേ പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ മാത്രമേ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ നമ്മുടെ ഭവനങ്ങളിൽ കയറി വരാവേ. ദൈവത്തിന് ശാപമാവുന്നു, ദൈവത്തെ അവഹേളിക്കുന്നൊരു
ഒരിക്കലും കടന്നു വരാം. അല്ല, നീ ആരെങ്കിലും കൊണ്ടുവരുന്നുവെങ്കിൽ തീർത്തും നിൻ്റെ മഹാശക്തി കൊണ്ട് അവരെ തൊട്ടിട്ട് അവരെ രക്ഷിത ഗണത്തിലാക്കിയെടുക്കണം. അത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ആരെയും കുറ്റം പറയണ്ട. അപ്പോൾ അവർ ദൈവത്തെ അറിയാത്ത അവരുടെ കുഴപ്പമായിരിക്കത്തില്ല, അവരുടെ പിതാക്കന്മാരുടെ ആയിരിക്കാം. പക്ഷേ അവർക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലാത്തിടത്തോളം കാലം നമ്മളുമായിട്ട് എന്ത് അല്ലേ? മാമോനും ദൈവവും തമ്മിൽ എന്ത് കണക്ഷൻ ഇല്ലേ? ജാതിയും വിജാതിയും തമ്മിൽ എന്ത്, വിശ്വാസി അവിശ്വാസി തമ്മിൽ എന്ത് ബന്ധം? അതൊക്കെ ചോദിക്കുന്നതിനകത്ത് അർത്ഥങ്ങൾ ഡീപ്പറായിട്ടുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ നിയോഗിച്ചിരിക്കുന്ന ഉന്നത പദവിയിലേക്ക് കയറി വരാൻ ആത്മാവിൽ ബലപ്പെട്ട് വചനത്തിനകത്ത് ഉറച്ചു നിന്ന്, അല്പമേ അറിയുന്നുള്ളെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങളുടെ ഐഡൻറ്റിറ്റി, ഞങ്ങൾ ആരെന്ന് വചനം വെളിപ്പാടിൽ 1:6 വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. വി ആർ എ കിങ്ഡം ആൻഡ് എ പ്രീസ്റ്റ്. കിങ്ഡം എന്ന് പറയുമ്പോൾ രാജ്യമാണ്. ആ രാജ്യത്തിന് മണവാട്ടി സഭയാണത്. അതിനകത്തെ അംഗങ്ങളായിട്ട് ഞങ്ങളെ കണ്ടു കഴിയുമ്പം നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയായിട്ട് ഞങ്ങൾ മാറുകയാണ്. ഞങ്ങളെക്കുറിച്ച് നീ ഉലക സ്ഥാപനത്തിന് മുമ്പേ കണ്ടതാണ്. ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചതാണ്. ആ പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഇന്ന് നിൻ്റെ വചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നത്. ഈ വചനം ഞങ്ങളുടെ ജീവനും ചൈതന്യവും ഞങ്ങളുടെ ഭക്ഷണവും ഞങ്ങളുടെ ശരീരത്തിൻ്റെ ബലം തരുന്ന ആത്മാവിന് പുഷ്ടിപ്പെടുത്തുന്നതാണ്. മന്നന്മാരുടെ ഭക്ഷണം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. മന്നന്മാരുടെ ഭക്ഷണം ദൈവദൂതന്മാർ കഴിക്കുന്നത് ഇസ്രായേൽ ജനത ഭക്ഷിച്ചു, എന്നിട്ടും അവർ മരിച്ചു. എന്നാൽ ഈ ഭക്ഷണം, യേശുവിൻ്റെ വചനമാകുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ഇറ്റേണലായിട്ട് എന്നേക്കുമായിട്ട് നിത്യജീവൻ്റെ ഉടമസ്ഥരായി മാറിയിരിക്കുന്നു. ആ ഉന്നത പദവി എന്തെന്ന് മനസ്സിലാക്കി വളരെ ഭയത്തോടും എന്നാൽ വളരെ വ്യക്തതയോടും കൂടെ നിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് സത്യദൈവത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ അന്തരാത്മാവിനോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവാണ് പഠിപ്പിക്കുന്നതെന്ന് 1 യോഹന്നാൻ 2:27 പറയുന്നുണ്ട്. ഇനി മുതൽ ഇനി പരിശുദ്ധാത്മാവ്, അങ്ങനെയുള്ള പരിശുദ്ധാത്മാവാകുന്ന ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ച് നേർവഴിക്ക് കൊണ്ടുവന്ന് എത്തേണ്ട പാതിയിൽ എത്തിക്കാൻ നിനക്ക് കഴിയും കർത്താവേ. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉന്നത പദവി എങ്ങനെ തക്ക സമയത്ത് ഉപയോഗിക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കണം. അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, നമ്മുടെ പ്രശംസയ്ക്കല്ല. അത് ആരോടാണ് എപ്പോഴാണെന്ന് ചെയ്യിപ്പിക്കുന്ന അപ്പച്ചനറിയാം കർത്താവേ. എന്നും നിൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്നവരായി തീരാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. തലമുറകളുടെ മേലെ ഈ അനുഗ്രഹം പകരണമെന്ന്. ഇത് ഒഴുകണം, നദി ഒഴുകാൻ നിർത്തത്തില്ലല്ലോ അപ്പച്ചൻ. ആ നദി ജീവൻ നദി താഴോട്ട് ഒഴുകട്ടെ അപ്പച്ചാസ്. തലമുറകളിൽ മേൽ ഇത് ചെന്ന് വ്യാപരിക്കട്ടെ. ഈ അയക്കുന്ന പ്രാർത്ഥന യോഹന്നാൻ്റെ സുവിശേഷം 17 അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും നിലനിൽക്കുന്നല്ലോ. ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.